അത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം കൂടിയാണ്. അപ്പോൾ അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് വെച്ചാൽ എന്താണ് ജയകുമാർ ഉദ്ദേശിക്കുന്നത്? ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണം എന്ന് പറയുമ്പോൾ നടന്നതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാം എന്നാണോ? ഇപ്പൊ ശബരിമലയെ സ്നേഹിക്കുന്ന അയ്യപ്പ ഭക്തന്മാരായ ആളുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു ചോദ്യം, അവിടെ നടന്ന സ്വർണ്ണ കവർച്ച, അക്കാര്യത്തിൽ എന്ത് നടപടികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഒരു പുതിയ പ്രസിഡന്റ് വരുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അക്കാര്യത്തിൽ വളരെ മുന്തിയ പരിഗണന നൽകണം എന്ന് തന്നെയാണ്, അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് തന്നെയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന് വലിയ സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ 2 മുൻ ദേവസ്വം പ്രസിഡന്റുമാരും ഒരു ദേവസ്വം പ്രസിഡന്റും സംശയത്തിന്റെ നിഴലില്ല. അന്വേഷണ സംഘത്തിന്റെ സ്കാനറിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. ഇവരെ ആരെയും തൊടാൻ ഇതുവരെ സർക്കാർ സമ്മതിച്ചിട്ടില്ല. ഇനി ഒരു സന്ദർഭത്തില് അവരുടെ മേൽ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കുക. പക്ഷേ അതിനു മുകളിലേക്ക് അന്വേഷണം ഒരു പടി പോലും ഉയർന്നു പോകാൻ അല്ലെ ഉയരത്തിലേക്ക് പോകാൻ ഈ ഗവൺമെന്റ് സമ്മതിക്കത്തില്ല. കാരണം അപ്പോൾ ആ അന്വേഷണം തൊടാൻ പോകുന്നത് രാഷ്ട്രീയക്കാരെയാ, CPM-കാരെയാ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്, അതിന് മുകളിലേക്ക് പോകാൻ അനുവദിക്കില്ല. അപ്പോൾ ഈ അന്വേഷണം അങ്ങനെ പുരോഗമിക്കുകയാണെങ്കിൽ നമ്മുടെ പുതിയ പ്രസിഡന്റിന് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് എടുക്കാതിരിക്കാൻ സാധിക്കുമോ?